ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരികയില്ലേ, ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് തയ്യാറാക്കാം. ബേക്കറിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ നല്ല രുചിയുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവനോ വീട്ടറോ ഒന്നും വേണ്ട. ആൽക്കഹോൾ ഇല്ലാതെ സോക്ക് ചെയ്യുക. നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഈ കറുത്ത മുന്തിരി അധികം നിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ യെല്ലോ റെസിൻസ് ചേർക്കാം. പിന്നെ 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 5 6 ഡേറ്റ്സ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അരക്കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ പ്ലം കേക്കല്ലേ, ഒരുപാടൊന്നും കുറഞ്ഞു പോകണ്ട. പിന്നെ ഇതിലേക്ക് മൊത്തത്തിൽ 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും അരക്കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് മെൽട്ടായിട്ട് വരട്ടെ. ഇതിനി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ മെൽട്ടായി ഇതുപോലെ പതഞ്ഞ് ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ല ഡാർക്ക് കളറായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്ലം കേക്കിന് നല്ല കളറ് കിട്ടുകയുള്ളൂ. പിന്നെ ഇതൊന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിന് കയ്പ്പ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞ് നല്ല ഡാർക്ക് കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്തും കൈക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കട്ടിയായിട്ട് വരും. അത് തിളച്ച് കഴിയുമ്പോഴേക്കും മാറിക്കിട്ടും. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും തിളപ്പിച്ച് വറ്റിച്ചെടുക്കണ്ട. ഒരു 2 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 പിഞ്ച് ഉപ്പ്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി 3 പ്രാവശ്യമായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാകാനാണ് 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷർ കപ്പുകളൊന്നും ഇല്ലെങ്കിലും വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ അളന്നെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് അരിച്ചു വെച്ച 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് അടിയിൽ താണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിന് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളമൊന്നും ഉണ്ടാകല്ലേ. ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നമുക്ക് കടകളിലും വാങ്ങിക്കാൻ കിട്ടും. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കാം. പതിയെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് കുത്തിയിളക്കുകയൊന്നും വേണ്ട. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക.
അങ്ങനെ നന്നായിട്ട് മിക്സാക്കിയിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് നല്ല രീതിയിൽ പതിയെ മിക്സാക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതും കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതും ചേർത്ത് കൊടുത്ത് പതിയെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ സ്പീഡിലിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് പതിയെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്കിൻ്റെ മിക്സ് ഇപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്ററിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു ഈർക്കലി വെച്ചോ മറ്റെന്തെങ്കിലും വെച്ചോ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലുള്ളൊരു കടായി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് 60 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 1 മണിക്കൂർ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചും സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം കാണും. ഇപ്പോൾ നമുക്ക് പ്ലം കേക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഉള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഞാനിത് രാത്രി ഉണ്ടാക്കിയെടുത്തിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. നല്ല കളറിലുള്ള പ്ലം കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുണ്ടാക്കിയിട്ട് പിറ്റേന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ എടുത്തു മാറ്റാം. നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും രുചിയിലാണ് ഈ ഒരു പ്ലം കേക്ക് ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.